ശുദ്ധനൃത്തത്തിന്റെ സൗന്ദര്യവും അതീവ സൂക്ഷ്മമായ ചലനങ്ങളും ഭാവത്തിന്റെ ആഴവും ഒത്തുചേരുന്ന ഒരു വിസ്മയമാണിത്. ചൊൽക്കെട്ട്. നർത്തകിയുടെ ചുവടുകൾ താളത്തിനൊത്ത് ലയിക്കുമ്പോൾ വേദിയിൽ ഒരു കവിത വിരിയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അരങ്ങിൽ ഇനി ഭരതനാട്യം ശബ്ദം, രാഗമാലികയിൽ മിശ്രചാപ്പ് താളത്തിൽ ചിട്ടപ്പെടുത്തിയത്. നൃത്തത്തോട് ചേർന്നാൽ അഭിനയവുമായാൽ അത് നൃത്യമാകുന്നു. സ്വതന്ത്രമായ കലാരൂപമെന്ന നിലയിൽ കാഴ്ചക്കാരുമായി മികച്ച ആശയവിനിമയം നടത്താൻ കഴിവുള്ള കലാരൂപമാണ് നൃത്തം. അത് സാധ്യമാകുന്നതോ നൃത്യത്തിലൂടെയും. ഭരതനാട്യത്തിൽ അഭിനയം ആദ്യമായി രംഗത്ത് കൊണ്ടുവരുന്ന ഇനമാണ് ശബ്ദം. ചെറിയ നൃത്തച്ചുവടുകൾ കൊണ്ടും സംഗീതത്തിലെ സാഹിത്യ ഭംഗി കൊണ്ടും അഭിനയത്തിന്റെ മാസ്മരിക ലോകത്തേക്കുള്ള നൃത്തത്തിന്റെ യാത്ര എങ്ങനെയാണെന്ന് സദസ്സിനെ നർത്തകി കാട്ടിക്കൊടുക്കുന്നത് ശബ്ദത്തിലൂടെയാണ്. അരങ്ങിൽ അരങ്ങേറ്റ നർത്തകിമാർ. ഭരതനാട്യം ശബ്ദം. അതിനാളയിൽ ബോധിത്തതുപോൽ
രോധമില്ലാമലാദരിച്ചെന്നെ കൂടുവാൻ രോധമില്ലാമലാദരിച്ചെന്നെ കൂടുവാൻ ആദിനാളയിൽ ബോധിത്തതുപോൽ രോധമില്ലാമലാദരിച്ചെന്നെ കൂടുവാൻ ആദിനാളയിൽ ബോധിത്തതുപോൽ രോധമില്ലാമലാദരിച്ചെന്നെ കൂടുവാൻ രോധമില്ലാമലാദരിച്ചെന്നെ കൂടുവാൻ രോധമില്ലാമലാദരിച്ചെന്നെ കൂടുവാൻ തൈതൈ തൈതൈ തിതൈ തളങ്കുജം കിടതകതരികടതോ താതനഗണക ഈഗണം തരിൻ വേലനേ വള്ളിലോലനേ ശിവബാലനേ നമോസ്തുതേ 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 തളങ്കുജം കിടതകതരികടതും തക്കണം കിട്ടത്തക കിട്ടത്തക ദിമ്മി കിട്ടത്തക ദിമ്മി ദിമ്മി കിട്ടത്തക ഡിണ്ണ